ഹായ് ഫ്രണ്ട്സ്, ഇതാ നമുക്ക് ക്രേപ്പിൻ്റെ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ പേപ്പർ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതാ ഈ വീതിക്കുള്ളത് നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള പീസുകൾ 2 എണ്ണം വേണം ഒരു പൂ ഉണ്ടാക്കാനായിട്ട്. ഇതേപോലെ 2 എണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് 2 എണ്ണം, ഈ 2 എണ്ണമാണ് കേട്ടോ, ക്രേപ്പിൻ്റെ പേപ്പർ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് നമുക്ക് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തു. വളരെ എളുപ്പം സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രേപ്പിൻ്റെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലത്തെ 2 എണ്ണമാണ് ഒരു പൂവിന് വേണ്ടിയിട്ട്. ഇതേപോലത്തെ 2 എണ്ണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളറിലുള്ളത് ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ സ്കെച്ച് മാർക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കർ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അരികിലൊന്ന് നമുക്കൊന്ന് ഒരു കളർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. കളർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ഇത്രയുള്ള ഒരു ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും മതി കേട്ടോ. ഒരു പൂവിന് വേണ്ടിയിട്ട് ഇത്രയുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അത് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം. ഇതിങ്ങനെ അറ്റം ഒന്ന് ചുരുട്ടി എടുക്കാം. ഇതേപോലെ നമ്മൾ അറ്റത്ത് ഈ കളർ കൊടുത്തേക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മാർക്കർ ഇല്ലെങ്കിൽ അതങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇതേപോലെ നമുക്ക് ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മളിതാ ഒരു നൂൽക്കമ്പിയിലേക്ക് ഇതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ഒരു നൂൽക്കമ്പി എടുത്തു. നൂൽക്കമ്പിയിലേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റിക്കെട്ടിയൊന്ന് കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ചുറ്റിക്കെട്ടി കൊടുക്കുക. ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ചുറ്റി രണ്ടായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്ത് ഇങ്ങനെ തന്നെ പിടിക്കുക. അടുത്തതും അതുപോലെ തന്നെ ചുരുട്ടിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഈ നൂൽക്കമ്പിയുടെ 2ൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ നൂൽക്കമ്പിയുടെ 2ൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ ഇതിങ്ങനെ മേലിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പൂക്കൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ നൂൽക്കമ്പി തന്നെ ഉപയോഗിച്ച് നമുക്കൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. കനം കുറഞ്ഞ നൂൽക്കമ്പി വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ചുറ്റിയാലും മതി. അതിന് ശേഷം ഇത് ഓരോന്നും നമുക്കൊന്ന് വിടർത്തിയെടുത്താൽ മാത്രം മതി. സിമ്പിളായിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഓരോ പെറ്റലുകളും ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. ഇങ്ങനെയൊന്ന് വിടർത്തി എടുക്കുക. ഒന്ന് ഷേപ്പാക്കി ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഒന്നിങ്ങനെ ഒന്ന് വിടർത്തി ഒന്ന് ഷേപ്പാക്കി ഒന്നിങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് കൂട്ടി ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കും. വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. കണ്ടോ എന്ത് ഭംഗിയായി നോക്കിക്കേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട്. അതേപോലെ കുറച്ചെണ്ണം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് 2 കളറിലെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു തണ്ടിലേക്ക് ഒരു വലിയൊരു വണ്ണമുള്ള ഒരു നൂൽക്കമ്പിയിലേക്ക് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്നിച്ച് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു നൂൽക്കമ്പിയിലേക്ക് വെച്ചിട്ട് ഒന്നിച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.